എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ഫ്ലൈറ്റ് ടു ഈജിപ്ത്, ഈജിപ്തിലേക്കുള്ള പലായനം. മത്തായിയുടെ സുവിശേഷം 2-13 മുതലുള്ള വാക്യങ്ങളിൽ മാലാഖ യൗസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെട്ട് ശിശുവിനെ വധിക്കാൻ ഒരുങ്ങുന്നത് അറിയിക്കുന്നു. ഈജിപ്തിലേക്ക് അമ്മയെയും കുട്ടിയെയും കൊണ്ട് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. ഹെറോദോസ് ആകട്ടെ ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കി 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുഴുവൻ വധിക്കാനായി കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇനിയുള്ള കഥ സുവിശേഷങ്ങളിലില്ല. ഈജിപ്തിലെ കോപ്റ്റിക് ക്രൈസ്തവരുടെ പാരമ്പര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. തിരുക്കുടുംബം യാത്ര ചെയ്തിരിക്കുക പ്രാചീന കച്ചവട വഴിയിലൂടെ ആയിരിക്കണം. വിയ മാരിസ്, കടൽ തീരത്തൂടെയുള്ള വഴി. അങ്ങനെയെങ്കിൽ ബത്ലഹേമിൽ നിന്ന് അവർ അഷ്കലോണിലേക്ക് എത്തുന്നു. കടൽ തീരത്തെത്തി അവിടുന്ന് ഗാസ വഴി റാഫ ബോർഡർ കടന്ന് സീനായി മരുഭൂമിയിലുള്ള ഫാർമയിലെത്തുന്നു. ഈ ഫാർമയിൽ 4-5 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം. അവിടെ നിന്ന് നൈൽ ഡെൽറ്റയിലേക്ക് കടന്ന് ബാസ്തിയയിൽ അവർ താമസിക്കുന്നു. അവിടെ ഉണ്ണീശോ അത്ഭുതകരമായി ഉണ്ടാക്കിയ ഒരു കിണറാണ് അവർ ഇന്നും കൊണ്ടാടുന്നത്. അവിടെ നിന്ന് താഴോട്ടിറങ്ങി ബെൽബെയ്സിലെത്തുന്നു. ബെൽബെയ്സിൽ 4-ാം നൂറ്റാണ്ടിലുള്ള പള്ളിയുണ്ട്. ഒപ്പം ഒരു സിക്കമൂർ മരം, മാതാവിന്റെ സിക്കമൂർ മരം എന്നാണ് അവർ വിശേഷിപ്പിക്കുക. ഈ സിക്കമൂർ മരത്തിന്റെ ചുവട്ടിലായിരുന്നു തിരുക്കുടുംബം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്ത് സാമനൂദിലെത്തുന്നു. സാമനൂദിൽ കർത്താവ് ആശീർവദിച്ച ഒരു കിണറാണ് അവരിന്നും ആഘോഷിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് പോകുമ്പോൾ പേത്ര, പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കർത്താവിന്റെ കാൽപാദം പതിഞ്ഞ ഒരു പാറ, അതാണ് അവരവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ വാദി നത്രൂൺ, അവിടെ ഇന്ന് ഒത്തിരി ആശ്രമങ്ങളുണ്ട് തിരുക്കുടുംബത്തിന്റെ യാത്രയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട്. അതുകൊണ്ട് അതിനെ ആശ്രമങ്ങളുടെ താഴ്വര എന്നുകൂടി വിളിക്കുന്നു. അവിടെ നിന്ന് അവർ തിരിച്ച് നൈലിന്റെ തീരത്തേക്ക് കൈറോയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ ആദ്യം അവർ താമസിക്കുന്ന സ്ഥലം ഹെരിയോപോളിസിൽ അൽ മത്തറിയ. ഇവിടെയും ഒരു സിക്കമൂർ മരമാണുള്ളത്. ആ മരത്തിന്റെ ചുവട്ടിലാണ് തിരുക്കുടുംബം താമസിച്ചിരുന്നത്. ഈ സിക്കമൂർ മരത്തെയും മാതാവിന്റെ സിക്കമൂർ എന്ന് വിളിക്കുന്നു. ഇപ്പോഴും ആ മരത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് പഴയ കൈറോയിലേക്ക് അവരെത്തുന്നു. അന്നത്തെ ബാബിലോൺ കോട്ട, ഇന്ന് ഹാങ്ങിങ് ചർച്ച്. ഈ പള്ളിയുടെ കോട്ടയുടെ അടിയിലെ ഒരു ഗുഹയിൽ അവർ താമസിക്കുന്നു. ഈ കോട്ടയുടെ നിർമ്മിതിയിൽ യൗസേപ്പ് പിതാവും പണിയെടുത്ത് തിരുക്കുടുംബത്തെ പോറ്റുന്നു എന്നാണ് അവർ വിശ്വസിക്കുക. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ദ കവേൺ ചർച്ച്, അബുസർഗ. 3 മാസം തിരുക്കുടുംബം താമസിച്ച ഗുഹയും അതിനോട് ചേർന്ന് അവര് വെള്ളം കുടിച്ചിരുന്ന കിണറുമാണ് ഇന്നും സൂക്ഷിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും നൈലിന്റെ തീരത്ത് മാദിയിലേക്ക് അവർ വരുന്നു. മാദിയിലെ 1976 ഒരു അത്ഭുതം നടക്കുന്നു. നൈലിലൂടെ ഒഴുകി വരുന്ന ഒരു ബൈബിൾ അവർക്ക് ലഭിക്കുന്നു. ആ ബൈബിളിൽ ഐസയായുടെ പ്രവചനം 19-ാം അധ്യായമാണ്. കർത്താവ് ഈജിപ്തിനെ അനുഗ്രഹിക്കുന്ന വാക്യം അതിന്നും അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മാദിയിൽ നിന്ന് തിരുക്കുടുംബം ബോട്ടെടുക്കുന്നു. എന്നിട്ട് സൗത്തിലേക്ക് യാത്ര ചെയ്യുന്നു. തെക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ നൈലിന്റെ തീരത്തുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ അവർ മാറി മാറി താമസിക്കുന്നു. അവസാനം അവർ ചെന്നെത്തുന്ന സ്ഥലമാണ് ജബൽ തൈർ. ഇതൊരു കുന്നാണ്. അവിടെ പള്ളിയും ആശ്രമവുമുണ്ട്. ഈജിപ്തിന്റെ ഒത്ത നടുക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇവിടുത്തെ പ്രത്യേകത, മുകളിൽ നിന്ന് വീണ ഒരു പാറ ഉണ്ണീശോ കൈകൊണ്ട് തടഞ്ഞു നിർത്തി തിരുക്കുടുംബത്തെ രക്ഷിച്ചു എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പാറയിൽ ഉണ്ണീശോയുടെ കൈപ്പത്തി പതിഞ്ഞിട്ടുണ്ട്. അതാണ് അവർ ഭദ്രമായി സൂക്ഷിക്കുക. അവിടെ നിന്ന് വീണ്ടും താഴോട്ട് യാത്ര ചെയ്ത് അസ്യൂത്ത് റീജിയണിൽ എത്തുന്നു. അവിടെ ദൈറൽ മുഹറഖ് ഒരു ആശ്രമമാണത്. അവിടെ ഓർക്കുക, യൗസേപ്പ് പിതാവിന് വീണ്ടും മാലാഖ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം. ശിശുവിനെ വധിക്കാൻ ഒരുങ്ങിയിരുന്നവർ മരണമടഞ്ഞു. നിങ്ങൾക്ക് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകാം. യൗസേപ്പ് പിതാവ് തിരുകുടുംബത്തെയും കൂട്ടി ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മൾ കണ്ടത് ഈജിപ്തിൽ എന്തിനാണ് ഇത്രയധികം സ്ഥലങ്ങളിലൂടെ തിരുകുടുംബം യാത്ര ചെയ്തത്? കോപ്റ്റിക്സ് അതിന് പറയുന്ന മറുപടി, ഹെറോദോസിന്റെ സൈനികര് കർത്താവിനെ കിട്ടാതായപ്പോൾ ഈജിപ്തിലേക്കും ഉണ്ണിയേശുവിനെ തേടിയെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവനും കൊണ്ട് ഇവർ ഓരോ സ്ഥലങ്ങൾ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറയുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. കർത്താവ് ഈജിപ്തിലേക്ക് പേടിച്ചോടി വന്നതല്ല, മറിച്ച് ഈജിപ്തിനെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്റെ പാദസ്പർശം ഈജിപ്തിന് നൽകാനായിട്ട് കടന്നു വന്നതാണ് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുക. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തില് പൂർവ്വപിതാവായ ജോസഫിനെ കാണുന്നുണ്ട്. ജോസഫും അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ നിങ്ങൾ വധിക്കാൻ ശ്രമിച്ചതല്ല, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കർത്താവ് എന്നെ അയച്ചതാണ്. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കണ്ണീരിന്റെ ചൂടും
വേദനയുടെ നൊമ്പരങ്ങളും അറിഞ്ഞ ഒരു ഉണ്ണിയേശുവിനെ നമ്മൾ കാണും. ദൈവം മനുഷ്യനായത് മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയിക്കൊണ്ട് കർത്താവിങ്കിലേക്ക് അവനെ ഉയർത്താനാണ്. നമ്മുടെ നൊമ്പരങ്ങൾ കേൾക്കുന്ന, അലച്ചിലുകൾ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമുക്കും സാഹചര്യങ്ങളെ ദൈവികമാക്കാൻ, അനുഗ്രഹീതമാക്കാൻ പരിശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.